അരി കുതിർക്കാതെയും അരയ്ക്കാതെയും തന്നെ അരിപ്പൊടി വെച്ചിട്ട് അരമണിക്കൂറിൽ നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 400 ഗ്രാം അളവിൽ ശർക്കരയാണുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴം ചേർത്ത് 2 ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴവും, വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയും 1 കപ്പ് മൈദയും കൂടെ ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയുടെ ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചേർത്ത് കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ സോഡാപ്പൊടി എടുത്തതിന് ശേഷം 1 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്കൊന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ നെയ്യും 1 സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഓരോ കുഴികളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷവും നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം അരമണിക്കൂറിൽ റെഡിയായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.